വാർത്താ വ്യക്തിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ടി.എൻ. പ്രതാപനാണ്. പ്രതാപന് ഒരു മുഖവരിയുടെ കാര്യമില്ല. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവാണ്. വളരെ വ്യത്യസ്തനായ ജനപ്രതിനിധിയാണ്. അദ്ദേഹം വാർത്താ വ്യക്തിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. ടി.എൻ. പ്രതാപന് സ്വാഗതം. യഥാർത്ഥത്തിൽ നമ്മളിവിടെ നിൽക്കുന്നത് നാട്ടികയിലാണ്. താങ്കൾ ഒരുപക്ഷെ നിയമസഭയിലേക്ക് കടന്നു ചെല്ലുന്നതിൻ്റെ ആദ്യത്തെ മത്സരം നടന്നത് ഇവിടെയാണ്, നാട്ടികയിലാണ്. താങ്കളുടെ സ്വന്തം നാടാണ്. ഇതേ നാട്ടികയിൽ തന്നെയാണ് നമ്മളിപ്പോൾ സംസാരം ആരംഭിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നു, വീണ്ടും ഇത് ചർച്ചാ വിഷയമാണ്. നിങ്ങളിവിടെ നാട്ടിക ഉൾക്കൊള്ളുന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ള രീതിയിൽ വലിയ പ്രചരണങ്ങളൊക്കെ ഉണ്ട്. എന്താണ് യാഥാർത്ഥ്യം? എങ്ങനെയാണ് കാര്യങ്ങൾ? ആദ്യം പി പറഞ്ഞ ഈ നാട്ടിക എന്നുള്ളത് പറയണം, എനിക്കൊരു സെൻറ്റിമെൻറ്റ്സ് ഉള്ളൊരു മണ്ണാണ്. ജനിച്ച മണ്ണ് എന്നതിനേക്കാൾ അപ്പുറത്ത് എന്നെ ഞാനാക്കിയ മണ്ണാണ് ഈ നാട്ടിക. രാമുകാരേട്ടൻ്റെയും കുഞ്ഞുണ്ണി മാസ്റ്ററുടെയും ഒക്കെ വൈകാരികതയുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടികയിൽ എനിക്ക് നിന്നും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വർത്തമാനം പറയാൻ അതിയായ സന്തോഷമുണ്ട്. ഒന്ന്, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഇത്തവണ വലിയ പരീക്ഷണത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു തിരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന് തൃശ്ശൂർ ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ 3 പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ കോൺഗ്രസിൻ്റെ UDFൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടെയാണ് ഓരോ ചുവടും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. താങ്കൾ 3 തവണ MLA ആയിരുന്നു. ഇപ്പോൾ DCC പ്രസിഡൻ്റാണ്. കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ അംഗമാണ്, AICC അംഗമാണ്. ഒരുപാട് നിലകളിൽ പ്രവർത്തിക്കുന്നു. അപ്പോഴും ഈ നാട്ടികയിലെ ഇതായിരുന്നു താങ്കളുടെ രാഷ്ട്രീയത്തിൻ്റെ തുടക്കം? ഞാൻ ഇവിടെ നിന്നാണ് സ്കൂൾ വിദ്യാഭ്യാസ രാഷ്ട്രീയം ആരംഭിക്കുന്നത്. തലക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ പാർലമെൻറ്റ് മെമ്പറായി, പിന്നീട് സാഹിത്യ സമാജ സെക്രട്ടറിയായി. അങ്ങനെ അവിടെ നിന്ന് ആണ് എൻ്റെ പൊതുജീവിതം ആരംഭിക്കുന്നത്. പക്ഷേ ഈ നാട്ടിക SN കോളേജ്, ഞാനിവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഈ കോളേജിൽ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൗൺസിലറായി മത്സരിച്ചു. ഈ കോളേജിൽ നിന്നാണ് എൻ്റെ എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും ഒക്കെ എനിക്ക് ബാലപാഠം പഠിപ്പിച്ചു തന്നത് ഈ നാട്ടിക SN കോളേജാണ്. മാത്രമല്ല, ഇവിടെ നിന്നും എനിക്ക് കിട്ടിയ സൗഹൃദത്തിൻ്റെ സമ്പത്ത് അത് ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നൊരു സമ്പത്താണ്. ഇന്ന് എന്നെപ്പോലെയുള്ളൊരു സാധാരണക്കാരൻ, വളരെ നിസ്സാരനായ ഒരാളാണ് ഞാൻ. വളരെ ലോവർ ലെവലിൽ ജനിച്ചു വളർന്ന് ജീവിച്ചു വന്ന ഒരാളാണ്. എനിക്ക് ഇന്നൊരു പക്ഷേ നിവർന്നു നിൽക്കാനൊരു നട്ടിലും ഉയർത്തിപ്പിടിക്കാനൊരു ശിരസും ന്യായം പറയാനൊരു നാവും ഉണ്ടാക്കിയതിൽ നാട്ടികയിലെ എൻ്റെ സൗഹൃദവും അവർ നൽകിയ പിൻബലവും അവരെപ്പോഴും ഏത് പ്രതിസന്ധികളിലും നിലപാടെടുക്കാൻ അവർ എനിക്ക് നൽകിയിട്ടുള്ള ആർജവത്വവുമാണ്. അതുകൊണ്ട് എനിക്ക് ഈ നാട്ടിക എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു അമ്മയെപ്പോലെയാണ്. ഒരു പക്ഷേ അടുത്തയിടെ വാർത്തകളിൽ ഈ നാട്ടികയും തൃപ്രയാറൊക്കെ സ്ഥാനം പിടിക്കുന്നത് ദേശീയ ഫിഷറീസിൻ്റെ പാർലമെൻറ്റ് ഇവിടെ നടക്കാൻ പോവുകയാണ്. കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള രാഹുൽ ഗാന്ധി തന്നെ അടുത്ത ദിവസങ്ങളിലൂടെ വരുന്നു. താങ്കളാണ് അതിൻ്റെ പ്രധാന ചുമതലക്കാരൻ. എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു സമ്മേളനം നടക്കാനുള്ള കാരണം? എനിക്ക് അത് പറയുമ്പോൾ ഞാൻ അറിയാതെ വികാരഭരിതനായി മാറും. ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾ നാളേക്ക് ഒരു പ്രതീക്ഷ കാണുന്ന നെഹ്റു കുടുംബത്തിലെ ഒരു അംഗം നാട്ടിക എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ വരുന്നു. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ അദ്ദേഹവുമായി ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി തൃപ്രയാറിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒത്തുചേരുകയാണ്. അതിന് നിമിത്തമാകാൻ പറ്റി, അതിൻ്റെ സംഘാടകനാകാൻ പറ്റി എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പെറ്റമ്മയുമായുള്ളൊരു പൊക്കിൾക്കൊടി ബന്ധം ഉണ്ടല്ലോ, ഒരു മുലപ്പാൽ ബന്ധം. നാട്ടികയും ഞാനും തമ്മിൽ എനിക്ക് അമ്മ എൻ്റെ ഒരു ജീവനാണ്, ജീവൻ്റെ ജീവനാണ്. എൻ്റെ കാണപ്പെട്ട ദൈവം എൻ്റെ അമ്മയാണ്. അതേപോലത്തെ എനിക്ക് രണ്ടാമത്തെ ഒരു അമ്മയാണ് എനിക്ക് നാട്ടിക. നാട്ടികയിൽ ഇത് ഈ സമ്മേളനം വയ്ക്കാനുള്ള, ദേശീയ പാർലമെൻറ്റ് വയ്ക്കാനുള്ള കാരണം ഞാൻ നാട്ടികക്കാരനായി എന്നുള്ളത് ഒരു നിമിത്തമായി മാറി. ഇത് സംഘടിപ്പിക്കാനുള്ള ചുമതല അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എന്നെയാണ് ഏൽപ്പിച്ചത്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനം വേണമെങ്കിലും ചൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ കേരളം ചൂസ് ചെയ്തു. കേരളം ചൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഒന്നാമത്തെ ചോയ്സ് എവിടെയാണെന്ന് പറയേണ്ടതില്ലല്ലോ, നാട്ടികയിലായിരിക്കുമല്ലോ. അപ്പോൾ എന്താണ് ആ സമ്മേളനത്തിൻ്റെ ഉദ്ദേശങ്ങളും കാര്യങ്ങളും? ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ആദിവാസി സമൂഹം കഴിഞ്ഞാൽ ഏറ്റവും ദുർബലമായ ഒരു ജനവിഭാഗമാണ് ഈ മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഈ ചില സംസ്ഥാനങ്ങളിൽ അവർ ST വിഭാഗത്തിലാണ്, ട്രൈബ്സാണ്. ചിലയിടത്ത് SC ആണ്, ചിലയിടത്ത് അതർ എലിജിബിൾ കമ്മ്യൂണിറ്റിയാണ്, ചിലത് OBC ആണ്. വളരെ ദുർബലരായാണ്. ഇപ്പോൾ നമ്മൾ ഗുജറാത്തിൽ ചെന്നാലും
മഹാരാഷ്ട്രയിൽ ചെന്നാലും തമിഴ്നാട്ടിലെ കന്യാകുമാരി ചെന്നാലും കർണാടകയിൽ ചെന്നാലും ബീഹാറിൽ ചെന്നാലും ഒക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതൊരു കോസ്റ്റൽ ഏരിയ. ഇത് കൂടാതെ ആസാമിലെ കുളങ്ങളിലും പോണ്ടുകളിലുമാണ് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആളുകൾ മത്സ്യം വളർത്തും പിടിക്കുന്നതും. ഇപ്പോൾ ഡൽഹിയിലെ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ് ചെന്നാൽ നമ്മുടെ മത്സ്യം വിൽക്കുന്നവരെ കണ്ടാൽ നമ്മൾ അവരുടെ ജീവിത സാഹചര്യം കണ്ടാൽ സങ്കടപ്പെടും. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപിൽ പോയാൽ ഇവിടെ ഒക്കെ തന്നെയാണ് സ്ഥിതി. ഇവിടെ മുഴുവൻ ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഇതിനൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. ആദ്യമാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലൊരു സംഘടന ഉണ്ടാക്കുന്നത്. അവരുടെ ഒരു അവകാശങ്ങൾ, ആവശ്യങ്ങൾ, ന്യായങ്ങൾ അവർക്കൊരു മാനിഫെസ്റ്റോ ഉണ്ടാക്കുകയാണ്. നമ്മൾ സാധാരണ ഇലക്ഷൻ കാലത്ത് മാനിഫെസ്റ്റോ കേൾക്കാറുണ്ട്. BJPയുടെ മാനിഫെസ്റ്റോ, കോൺഗ്രസ് മാനിഫെസ്റ്റോ, LDF മാനിഫെസ്റ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് UDF മാനിഫെസ്റ്റോ. ഇന്ത്യൻ ഫിഷർമാൻ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കുകയാണ്. ആ മാനിഫെസ്റ്റോ ഉണ്ടാകുന്നതിന് ഉപജ്ഞാതാവാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതിൽ മലയാളിയായ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. ആ മാനിഫെസ്റ്റോ രാഹുൽ ഗാന്ധി ഇവിടെ വെച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഇപ്പോൾ ആദിവാസി മേഖലയിൽ ബന്ധപ്പെട്ട് കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യം ആദിവാസി മേഖലയിൽ വന്ന മാവോയിസ്റ്റുകളിൽ ഒരാളെ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ്. നേരത്തെ 2 പേര് വെടിയേറ്റ് മരിച്ചിരുന്നു. ആദിവാസി സമൂഹത്തിൻ്റെ ഇടയിൽ മാവോയിസ്റ്റുകൾ വരുന്നു. അവർ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദിവാസികളെ സംഘടിപ്പിക്കുന്നു. കുറേ ആദിവാസികളെങ്കിലും അതിൻ്റെ പിറകെ പോകുന്നു. യഥാർത്ഥത്തിൽ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ആദിവാസികളെ മറന്നുപോയതുകൊണ്ടല്ലേ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അവിടെ സ്ഥാനം ലഭിക്കുന്നത്? പലയിടത്തും ഈ സംഘർഷവും അസ്വസ്ഥതയും സംഘർഷവും ഉണ്ടാകുന്നത് ജീവിത നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ്. ഈ ആദിവാസികൾ ഉൾപ്പെടെയുള്ള ദുർബല ജനവിഭാഗങ്ങൾക്ക് ന്യായം പലപ്പോഴും നിഷേധിക്കപ്പെടും. നമ്മൾ വലിയ ബഡ്ജറ്റിലും പിന്നെ പ്രഖ്യാപനത്തിലുമൊക്കെ വലിയത് പറയും. പക്ഷെ അവരുടെ കയ്യിലെത്തുമ്പോൾ അവർക്ക് പട്ടിണിയും ദാരിദ്ര്യവും, കയറിക്കിടക്കാൻ വാസയോഗ്യമായ വീടില്ല, വൈദ്യസഹായമില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല. അവരുടെ ആ വേദനയും സങ്കടങ്ങളുമൊക്കെ ആശ്വസിപ്പിക്കാനും അവരെ പ്രചോദിപ്പിക്കാനും വേണ്ടി ചിലരൊക്കെ അവിടെ വന്നു എന്ന് വരും. അവരെ നമ്മൾ വെറുതെ ഒരു തീവ്രവാദികളായി കണക്കാക്കി, അവരെ അപകടകാരികളായി കണക്കാക്കി അവരെ ഉന്മൂലനം ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് ഭരണകൂടങ്ങൾ ആലോചിക്കേണ്ടതാണ്. അല്ല, ഇപ്പോൾ ഇത് 2ാമത്തെ തവണയാണ്. നേരത്തെ 2 പേരെ വെടിവെച്ച് കൊന്നു. നിങ്ങൾക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആശയഗതികളോട് എതിർപ്പുണ്ടാവാം. പക്ഷേ അതിന് അവരെ വെടിവെച്ച് ഉന്മൂലനം ചെയ്യുന്നതാണോ അതിനുള്ള പരിഹാരമാണ്? ഒരിക്കലുമല്ല. നമുക്ക് ആശയപരമായി വിയോജിപ്പുള്ളവരോട് ആശയപരമായി തർക്കിക്കാം. നമ്മൾ അവരുടെ ആശയത്തിനെതിരായി നമുക്ക് ആശയം പ്രചരിപ്പിക്കാം. അവർ പറഞ്ഞ് ശരികളാണെങ്കിൽ ശരി നമുക്ക് ചെയ്ത് അവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാം. പക്ഷെ അതിനു വേണ്ടി ജീവൻ പറിച്ചെടുക്കുന്നത് പ്രകൃതി നിയമത്തിന് വിരുദ്ധമാണ്, ദൈവനീതിക്കും വിരുദ്ധമാണ്. എന്നെപ്പോലെയുള്ളൊരു പൊതുപ്രവർത്തകന് ഒരാളുടെ ജീവൻ ആരപഹരിച്ചാലും, അത് കമ്മ്യൂണിസ്റ്റുകാരൻ ഫാസിസ്റ്റായി കോൺഗ്രസ്സുകാരുടെ ജീവൻ അപഹരിച്ചാലും, അല്ലെങ്കിൽ മറ്റൊരു ജീവനെ RSSകാരൻ ഒരു ഒരു ന്യൂനപക്ഷക്കാരൻ്റെ ജീവൻ അപഹരിച്ചാലും, ഏത് മനുഷ്യൻ്റെ ജീവൻ അപഹരിച്ചാലും അതുപോലെ ജീവൻ അപഹരിക്കുന്നത് ആശയപരമായ സംഘർഷത്തിൻ്റെ ഭാഗമല്ല. ജീവൻ ആരെടുക്കും? ജീവൻ സൃഷ്ടിക്കാൻ നമുക്ക് ഒരാൾ ജീവൻ സൃഷ്ടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ജീവൻ അപഹരിക്കാൻ എളുപ്പമാണ്. അരുത്, ആരുടെയും ജീവൻ അപഹരിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ആശയപരമായി നമുക്ക് തർക്കിക്കാം, ആശയപരമായി തിരുത്താം. എവിടെയെങ്കിലും നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഈ നാം പിന്നെ ആഗ്രഹിക്കാത്ത ആശയം കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ തിരുത്തിയിട്ട് ആ ആശയത്തെ നമുക്ക് അവിടെ നിന്ന് തുരത്താം. അല്ലാതെ ആരെയും വെടിവെച്ച് കൊല്ലരുത്. അതേസമയം പോലീസിൻ്റെ ഭാഷ്യം, അവർ വലിയ AK-47 തോക്കുമൊക്കെ ആയിട്ട് വന്നു, ഇവരെ നേരിട്ടു, അതുകൊണ്ട് എന്താ പറയുക, ഇങ്ങനെ വരുന്ന ഇതിൽ ഏറ്റുമുട്ടലിലൂടെയാണ് അവർ കൊല ചെയ്യപ്പെടുന്നത്, അതുകൊണ്ട് വേറെ വഴിയില്ലായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ആരെ വിശ്വസിക്കണം? അല്ല, അതിന് മറുഭാഷയും പറയുന്നുണ്ട്. ഇവരുടെ കയ്യിൽ യാതൊരു ആയുധവും ഉണ്ടായിരുന്നില്ല. അവരവിടെ പോയി ഭക്ഷണം ചോദിച്ചു, അവരവിടെ പോയി ചെറിയൊരു സഹായം ചോദിച്ചു. അത് ഈ നാട്ടിൽ വേറെ എത്രയോ സംഘടനകൾ അങ്ങനെ ചോദിച്ചവരുണ്ട്, ആഗ്രഹിക്കുന്നവരുണ്ട്. അതിന് മറുഭാഷയും കൂടി തീർച്ചയായിട്ടും കാണാം. അതുകൊണ്ട് ഇതിനകത്തുള്ള സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. അതിന് ഉത്തരവാദിത്തം ഭരണകൂടത്തിനുണ്ട്. പോലീസ് പറയുന്നതിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വിശ്വാസമുണ്ട്. അവരുടെ സ്വന്തം സഹോദരൻ ഉൾപ്പെടെയുള്ള കുടുംബത്തിലെ ആളുകൾ ഇതിനകത്ത് വ്യത്യസ്തമായ വികാരം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. ആദിവാസി മേഖലയിൽ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ച ഉണ്ടായിട്ടില്ലേ? ഇൻ്റലിജൻസിൻ്റെ പരാജയമാണ്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ മാവോയിസ്റ്റുകൾ ആ പ്രദേശത്ത് തമ്പടിക്കുകയും അവരുടെ ക്യാമ്പ് വിപുലീകരിക്കുകയും അവരാശയപ്രചരണം നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയേണ്ട ചുമതല ഇൻ്റലിജൻസിനുണ്ടല്ലോ. കേരളത്തിലെ പോലീസ് ഇൻ്റലിജൻസിൻ്റെ പൂർണ്ണമായ പരാജയമായാണ് ഇതിനെ കാണേണ്ടത്.
പക്ഷെ ആ ഇൻ്റലിജൻസ് പരാജയത്തിന് പകരം ഈ ആളുകളെ വെടിവെച്ച് കൊന്ന് അതിനെ ന്യായീകരിക്കുന്ന ശൈലിയല്ല വേണ്ടത്. ഒരു ഇന്ത്യൻ പൗരന് ആശയപ്രചരണം നടത്തുന്നതിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? അവൻ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവൻ്റെ ഭരണഘടനാ അവകാശങ്ങളെ കവർന്നെടുക്കുന്നുണ്ടോ? മറ്റുള്ളവൻ്റെ ജീവനും സ്വത്തിനും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? അതിന് നിയമപരമായ മാർഗവും വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷെ അതിന് പകരം നിരോധിക്കപ്പെടാത്ത ആളുകൾ ഈ നാട്ടിൽ വർത്തമാനം പറയുകയും ഇറങ്ങിയെടുക്കുകയും എവിടെയെങ്കിലും പോയി സംഭാവന ചോദിക്കുകയും സഹായം ചോദിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ നാട്ടിൽ എന്തോരം പ്രസ്ഥാനങ്ങളെ നേരിടണം. ഇവിടുത്തെ മുഖ്യധാര പ്രസ്ഥാനങ്ങളൊക്കെ സംഭാവന ചോദിക്കാറില്ല. എല്ലാവരും ചോദിക്കാറില്ലേ? ഈ നാട്ടിലെ എല്ലാ പ്രസ്ഥാനങ്ങളും വിധ്വംസക പ്രവർത്തനം നടത്തുന്ന എല്ലാവരും ബീഫ് കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ, ബീഫ് കൈവശം വെച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ജനങ്ങളെ തല്ലിക്കൊല്ലുന്ന ആളുകൾ വരെ ആ തല്ലിക്കൊന്ന പ്രതിയെ സഹായിക്കാൻ വേണ്ടി പണം പിരിക്കുന്ന നാടാണ് നമ്മുടെ ഈ നാട്. എന്നിട്ട് ഈ പാവങ്ങൾ ഭക്ഷണം ചോദിക്കാൻ വേണ്ടി കാശ് ചോദിച്ചു എന്നും പറഞ്ഞിട്ട് അവരെ കൊന്നു എന്ന് പറഞ്ഞ് പിന്നെ ഏറ്റുമുട്ടലിൽ മരണപ്പെട്ടു. അവരുടെ കയ്യിൽ എന്ത് ആയുധമുണ്ടായി? അത് തെളിയിക്കട്ടെ ഗവൺമെൻറ്. ഇത് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ഇതിനകത്ത് പോലീസിൻ്റെ ഇൻ്റലിജൻസിൻ്റെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സന്ധ്യ മുതൽ പുലരുന്ന വരെ വെടിവെപ്പ് നടന്നു എന്ന് പറയുന്നിടത്ത് പോലീസ് എത്രമാത്രം അതിനെ ഒരു പോലീസിങ്ങിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതാണ്. അല്ല, ഇതേക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷം പറയുന്നൊരു വാദം, ഇവിടെ നക്സലുകളെയും മാവോയിസ്റ്റുകൾക്കെതിരെ ഏറ്റവും വലിയ നരനായിട്ട് നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. രാജനെ 1977 രാജൻ കേസിൽ രാജൻ ഉരുട്ടി കക്കയം ക്യാമ്പിൽ കൊല ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെയുള്ള ഇപ്പോൾ നക്സൽ ആയിരുന്ന വർഗീസിനെ കൊലപ്പെടുത്തുന്നതും കെ കരുണാകരൻ്റെ കാലഘട്ടത്തിലാണ്. അവർ ഉന്മൂലനം ചെയ്യാനുള്ള സംവിധാനം തന്നെ കോൺഗ്രസ് സർക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന് ഇതിനെക്കുറിച്ച് പറയാൻ അവകാശമില്ല എന്നൊരു വാദമാണ് പറയുന്നത്. കാലം എത്രയോ മാറി. ആ കാലഘട്ടത്തിലെ സാമൂഹിക വ്യവസ്ഥയും ആ കാലഘട്ടത്തിലെ സാമൂഹിക സംവിധാനങ്ങളും ആ കാലഘട്ടത്തിലെ പോലീസ് ഇൻ്റലിജൻസുമാണോ എന്നുള്ളത്? എത്രയോ നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ വന്നു, ആധുനിക സൗകര്യങ്ങളുണ്ടായി. അന്നത്തെ ഒരു കാര്യം പറഞ്ഞ് ഇന്ന് ന്യായീകരിക്കുക. വർത്തമാന കാലത്ത് വന്ന ഒരു മാറ്റം എല്ലാവരുടെയും സ്വഭാവത്തിലും മാറ്റം വരേണ്ടതാണ്. മാറിയ കാലത്തിനനുസരിച്ച് ആണ് നമ്മുടെ മൈൻഡ് സെറ്റ് റീസെറ്റ് ചെയ്യപ്പെടേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? ശരിയാണോ എന്നുള്ളത് നിങ്ങൾ സ്വന്തം മനസാക്ഷിയിലേക്ക് വിരൽ ചൂണ്ടി ചോദിക്കണം. ഈ ചോദ്യം ചോദിക്കേണ്ട നിരവധി നല്ല കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലുണ്ട്. വളരെ ഒരു SFI പ്രവർത്തകനാണ് മരണപ്പെട്ട സഖാവ്. അതുകൊണ്ട് ഈ നാട്ടിൽ SFIയിലും DYFIയിലൂടെയും കടന്നു വന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാർ, യഥാർത്ഥ കമ്മ്യൂണിസത്തിൻ്റെ മൂല്യബോധം ഉൾക്കൊള്ളുന്നവർ ഇന്നും ഈ പ്രേക്ഷകരായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരവരെ മനസാക്ഷിയോട് ചോദിക്കട്ടെ, ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് യോജിച്ചതാണോ ഇപ്പോൾ ഈ ചെയ്തത് എന്നുള്ളത്. മറ്റിപ്പോൾ മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന പോലെ തന്നെ വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടത്. കേരളം മുഴുവൻ കോൺഗ്രസ്സുകാർ വലിയ രീതിയിൽ പ്രതിഷേധിച്ചൊരു സംഭവമാണ്. എന്തുകൊണ്ട് ഇപ്പോഴും രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളം പോലെ സാംസ്കാരികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നടക്കുന്നു? അത് നിർത്താറായില്ലേ? മനുഷ്യൻ ജീവൻ അപഹരിക്കുന്നു എന്ന് പറയുന്നത് അത് കാടത്തമാണ്. അതിനെ നമുക്ക് ആര് ചെയ്താലും ആരുടെ ജീവൻ അപഹരിച്ചാലും അത് നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടി കഴിയത്തില്ല. അവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കർശനമായ നിലപാട് സ്വീകരിക്കണം. കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും RSS ആയാലും ഒരാളുടെ ജീവൻ അപഹരിക്കുന്നതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടി കണ്ണൂരിൽ അതേ നാണയത്തിൽ തന്നെയല്ലേ തിരിച്ചടി? കെ സുധാകരനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ CPMൻ്റെ അതേ ശൈലി തന്നെ പിന്തുടരുന്നില്ലേ? എവിടെ? അത് പാസഞ്ചേർ വെറുതെ പറയുന്ന ആക്ഷേപങ്ങളല്ലേ? കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാരെ കണ്ണൂർ പ്രവർത്തിക്കാൻ ഇവർ സമ്മതിക്കാറില്ല. സുധാകരൻ ഒരു സ്ഥലത്ത് കൂടെ പ്രസംഗിക്കാൻ ചെന്നാൽ അവിടെ കല്ലെറിയും, അവിടെ മൈക്ക് ലൈറ്റ് ഓഫ് ചെയ്യും, മൈക്ക് വയ്ക്കാൻ വേണ്ടി സമ്മതിക്കില്ല. കെ സുധാകരൻ്റെ സ്ഥാനാർത്ഥി പര്യടനം പോകുമ്പോൾ ആ സ്ഥാനാർത്ഥി പര്യടനത്തിന് നേരെ ആക്രമിക്കും. ഏതെങ്കിലും രീതിയിൽ കമ്മ്യൂണിസ്റ്റ് ആശയവും കോൺഗ്രസ് ആശയവും തമ്മിൽ വ്യത്യാസമുണ്ട്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ സ്വാഭാവികമായും അവൻ്റെ പ്രത്യയശാസ്ത്ര പ്രചരണം നടത്തും. ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഗാന്ധിയൻ അടിസ്ഥാന തത്വസംഹിതകൾ ഉള്ളതാണ്. ഞങ്ങളും അവരും തമ്മിൽ ഒരിക്കലും വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെ അംഗീകരിക്കുന്നവരല്ല. ഞങ്ങൾ ആത്മീയതയെയും ദേശീയതയെയും ഒക്കെ ബഹുമാനിക്കുന്ന ആളുകളാണ്. ദേശീയതയില്ലാത്ത സർവ്വദേശീയത മാത്രമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആശയത്തിനെതിരെ ഞങ്ങൾ സ്വാഭാവികമായും പ്രസംഗിക്കും, ഞങ്ങൾ എഴുതും, ഞങ്ങൾ പറയും.
അപ്പോൾ ഞങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കും. കെ സുധാകരനെയും കണ്ണൂരിലെ കോൺഗ്രസ്സുകാരെയും CPM-കാരെയും ആശയങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പി ജയരാജനെ പോലുള്ള കണ്ണൂരിൽ നിങ്ങളൊക്കെ ആരോപിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ലോക്സഭയിലേക്ക് വടകരയിലൊക്കെ മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് അതിന് CPM-ന് ഒരു വലിയ ജനപിന്തുണ കിട്ടുന്നതുകൊണ്ടല്ലേ പി ജയരാജനെ പോലെ ഇങ്ങനെയുള്ളൊരു ശൈലിയെ അനുകൂലിക്കുന്നവർക്ക് പോലും മത്സരിക്കാനും അവർ രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടാനും തയ്യാറാവുന്നത്. ജയരാജൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പിന്നിൽ CPM-ന് ഒരു വലിയ അജണ്ടയുണ്ട്. ജയരാജൻ പിന്നെ എന്താണ് അജണ്ട? ആ അജണ്ട എന്ന് പറയുന്നത് ഒരു യൂത്ത് ലീഗ് ചെറുപ്പക്കാരനെ ക്രൂരമായി വിചാരണ ചെയ്ത് കൊന്നതിന് CBI-യുടെ കുറ്റപത്രത്തിൽ നിൽക്കുന്ന ആളാണ് ജയരാജൻ. ഇന്ന് വരെ നമ്മൾ ലോകത്തിൽ നമ്മൾ കേട്ടില്ല അരിയൂർ ഷുക്കൂറിൻ്റെ കൊലപാതകം. ആ ക്രൂരതയിൽ CBI പോലും പ്രതിസ്ഥാനത്ത് ചേർത്ത് സംശയത്തിൻ്റെ ദൃഷ്ടി നിൽക്കുന്ന ഒരാളെ. പക്ഷെ അവർ പറയുന്നത് CBI മോദിയുടെ CBI ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് CPM-നെ ക്രൂശിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വ്യാജ എന്താ പറയുക പ്രതിചേർക്കലാണ് എന്നാണ് CPM പറയുന്നത്. അപ്പോൾ CPM നൽകുന്ന ഒരു മെസ്സേജ് എന്താ? കൊലപാതകത്തിന് നേതൃത്വം കൊടുത്താൽ, അക്രമത്തിന് നേതൃത്വം കൊടുത്തൊരാൾ അയാൾ ഞങ്ങൾ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന് ഓൺ ചെയ്യുന്നു എന്നാണ്. കേരളത്തിലെ കൊലപാതക അക്രമ രാഷ്ട്രീയത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓൺ ചെയ്യുന്നു എന്ന് തുല്യമാണ് ജയരാജൻ്റെ വടകരയിലെ സ്ഥാനാർത്ഥി. പക്ഷേ ഇതിനെ വേറെ രീതിയിൽ ചിന്തിച്ചുകൂടെ? അവർ പൊളിറ്റിക്കൽ ഫൈറ്റ് കൊടുക്കുകയാണ്. കോൺഗ്രസ് പോലുള്ള പാർട്ടി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ നേതാക്കന്മാരെ നിർത്തി ഞങ്ങൾ ജയിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ മത്സരിപ്പിക്കുന്നു, ഞങ്ങൾ ഇതിനൊന്നും ഞങ്ങൾ കൂസുന്നില്ല എന്നൊരു സ്ട്രോങ് മെസ്സേജ് അല്ലേ CPM പാർട്ടി? PP കേരളമാണിത്. കേരളത്തിൽ ജനങ്ങൾ 100% അവരുടെ തലച്ചോറ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ പണയം വെച്ചവരെ അല്ല. അപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടന്നുവെന്ന് നിങ്ങൾ പറയുമ്പോഴാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മലബാർ മുഴുവൻ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം തൂത്തുവാരിയത്. അതിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം മാത്രം എടുത്ത് നമുക്കൊരു അസസ്മെൻറ്റ് നടത്തണം. ആ സന്ദർഭത്തിലുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളും ആ സന്ദർഭത്തിലെ പലതും ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ കൂട്ടി വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ജനസംഖ്യയിൽ ഒരു 60-65% പേർ 45 വയസ്സിന് താഴെയുള്ളവരാണ്. അവരെല്ലാം ഈ CPM-ൻ്റെ അടിമകളായ ആളുകളല്ല. അവരുടെ മനസ്സിനത് സ്വതന്ത്രമായ ചിന്തകളുണ്ട്. അതവർ വെളിപ്പെടുത്തും. പണ്ട് നിങ്ങളുടെ കാലത്ത് KSU-വും യൂത്ത് കോൺഗ്രസ്സൊക്കെ വലിയ പ്രസ്ഥാനങ്ങളായിരുന്നു. ഇന്ന് KSU-ലും യൂത്ത് കോൺഗ്രസ്സിലും അതുപോലെ ചെറുപ്പക്കാർ ആകർഷകരാകുന്നുണ്ടോ? SFI-യുടെയും DYFI-യുടെയും പിന്നാലെയാണ് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ജയിക്കുന്ന SFI ആണ്. DYFI ആണ് യൂത്ത് കോൺഗ്രസിനേക്കാൾ വലിയ സംഘടന. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാർ അപ്പുറത്താണെന്ന് അവർ വാദിക്കില്ല. ഈ DYFI-യിലും യൂത്ത് കോൺഗ്രസ്സിലും കാണുന്ന ചെറുപ്പക്കാർ മാത്രമാണോ കേരളത്തിലെ ചെറുപ്പക്കാർ? എത്ര ശതമാനം പേരുണ്ട് DYFI-യിലും യൂത്ത് കോൺഗ്രസ്സിലും നിൽക്കുന്ന ചെറുപ്പക്കാർ? ആ ചെറുപ്പക്കാർക്ക് അപ്പുറത്ത് ഒരു സമൂഹമുണ്ട്. അവൻ യഥാർത്ഥ രാഷ്ട്രീയവാദികളാണ്. അവൻ്റെ മനസ്സിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അവൻ കാണുന്നത് ശുദ്ധമായ സംസ്കാരമുള്ള രാഷ്ട്രീയമാണ്. നേരിനെ കൂടെ നിർത്തുന്ന രാഷ്ട്രീയം, അനീതിക്ക് നേരെ വിരൽ ചൂണ്ടുന്ന രാഷ്ട്രീയം, നിലപാടുകൾ എടുക്കുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ ബഹുമാനിക്കുന്ന മഹാഭൂരിപക്ഷം ചെറുപ്പക്കാർ കേരളത്തിലുണ്ട്. അവരൊരു പക്ഷേ തെരുവിലിറങ്ങി കൊടി പിടിച്ചിട്ടുണ്ടാകില്ല. അവസരം വരുമ്പോൾ അവരത് ബോധ്യപ്പെടുത്തും. മറ്റുള്ള പല ജനപ്രതിനിധികളെക്കാൾ നിങ്ങൾ ഒരു കൂട്ടം ചെറുപ്പക്കാരെ MLA-മാരെ മാറ്റി നിർത്തിയത് കേരളത്തിൽ ഹരിത രാഷ്ട്രീയത്തിൻ്റെ ഒരു നിറം കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചത് ആ ഹരിത രാഷ്ട്രീയത്തിൻ്റെ ഒരു നിറം കൊണ്ട് വന്നത് ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. പഴയ പോലെ ഹരിത രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഞങ്ങളുടെ ആശയം ഉപേക്ഷിക്കപ്പെട്ട ആശയമല്ല. ഞങ്ങളുടെ ആശയം ഞങ്ങളുടെ മനസ്സിനകത്ത് ഞങ്ങൾ പെരുക്കി കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കും ഞങ്ങളത് കൊണ്ടുവരും. ഈ പറഞ്ഞ 5 പ്രധാനപ്പെട്ട പോയിന്റ്. 1, മണ്ണും മനുഷ്യനും സംരക്ഷിക്കുക. കേരളത്തിലെ പ്രകൃതി ജീവനാണെന്ന് ബോധ്യപ്പെടുത്തുക. കമ്മ്യൂണൽ കമ്പാർട്ട്മെൻ്റ് ആപത്താണെന്ന് ഓർമ്മപ്പെടുത്തുക. കറപ്ഷൻ നമ്മുടെ ക്യാൻസറാണെന്ന് മനസ്സിലാക്കുക. അന്യായമായ വയലൻസ് ഈ നാടിൻ്റെ എല്ലാ ജീവിത സ്വസ്ഥതയും തകർക്കുമെന്ന് ബോധ്യപ്പെടുത്തുക. ഈ 5 ആശയം മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രയാണം ഞങ്ങൾ തൊടിയും വെച്ചിട്ടുള്ളത് ഒരിക്കലും നിർത്തില്ല. ഞങ്ങൾ ആ പ്രയാണം തീർച്ചയായും തുടരും. തൃശ്ശൂരും ചാലക്കുടിയും തൊട്ടടുത്ത് കിടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളാണ്. തൃശ്ശൂർ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാളാണ് മത്സരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ചാലക്കുടിയിൽ വേറെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ തൊട്ടടുത്ത മണ്ഡലത്തിൽ അങ്ങനെയാണ് മത്സരിപ്പിക്കുന്നത്. അല്ലാതെ മെറിറ്റ് മാത്രം നോക്കിയാണോ നിങ്ങൾ ആൾക്കാരെ തിരഞ്ഞെടുക്കാറുള്ളത്? സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ. മതം ഒരു സത്യമാണ്, സമുദായങ്ങളൊരു സത്യമാണ്, വിശ്വാസം ഒരു സത്യമാണ്. ഈ 3നെയും മാറ്റി നിർത്തി തള്ളി പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമോ? ഏത് കാലത്ത് മുന്നോട്ട് പോലും മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ, പിന്നെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും ഈശ്വരൻ മിഥ്യയാണെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ, എത്ര കമ്മ്യൂണിസ്റ്റുകാരൻ ആ പറഞ്ഞ പ്രകാരം ഇപ്പോൾ ജീവിക്ക് നടപ്പിലാക്കാൻ? ശബരിമലയെക്കുറിച്ച് കോൺഗ്രസിന് ഇപ്പോഴും ആശങ്കയുണ്ട്. മുല്ലപ്പള്ളി യാത്രയിലൊക്കെ പറഞ്ഞത് ശബരിമല ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിലൊരു വിഷയമാക്കില്ല, ഞങ്ങളതൊരു അജണ്ടയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. PP ഞങ്ങൾ മാത്രമല്ലല്ലോ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ശ്രീധരൻപിള്ള പറഞ്ഞല്ലോ ഈ അടുത്ത ദിവസം.
BJP സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്നും ഇന്നും ഞങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റിനെ കുറിച്ച് ഞങ്ങൾ എവിടെയെങ്കിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ക്ഷേത്രങ്ങളെയും ആരാധനാലയങ്ങളെയും വിശ്വാസങ്ങളെയും രാഷ്ട്രീയ കൊടിയിൽ കൊണ്ട് കെട്ടരുതെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അവിടെയാണ് ഞങ്ങൾ BJPയും RSSും സംഘപരിവാറുമായുള്ള ഞങ്ങളുടെ ഫൈറ്റ്. ദേശീയ തലത്തിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് സംഘപരിവാർ ശക്തികൾ വിശ്വാസത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മതത്തെയും വിശ്വാസത്തെയും ദൈവചിഹ്നങ്ങളെയും അതിനെയാണ് ഞങ്ങൾ രാജ്യവ്യാപകമായി എതിർക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങൾ ഇവിടെയും ആവർത്തിക്കുന്നത്. അല്ല, പിണറായി വിജയൻ പറഞ്ഞത് നവോത്ഥാന കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയൊക്കെ അന്ന് നിലനിന്നിരുന്ന ആചാരങ്ങൾക്കെതിരെയാണ് ഫൈറ്റ് ചെയ്തിട്ടാണ് കേരളം ഒരു വലിയ നവോത്ഥാന സമൂഹമായിട്ട് മാറ്റിയത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ആചാരങ്ങൾ തെറ്റാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്നതിൽ എന്താണ് തെറ്റെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ PP അങ്ങനെയാണെങ്കിൽ ബഹുമാനനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് 50 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള കുറച്ച് സഹോദരിമാരെ, പിണറായി വിജയൻ്റെ വീട്ടിലും 50 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ, അവരാരെങ്കിലും ഒന്ന് മലയ്ക്ക് പറഞ്ഞേക്കുക, ശബരിമലയ്ക്ക് പറഞ്ഞേക്കാമായിരുന്നില്ലേ? കൊടിയേരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞേക്കാമായിരുന്നില്ലേ? നിർബന്ധിതമായിട്ട് ഞങ്ങൾ ചെയ്യുന്നില്ല, ആരെങ്കിലും ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ കയറിക്കോട്ടെ. സ്വന്തം വീട്ടിലെ ഭാര്യയോടും സ്വന്തം വീട്ടിലെ മക്കളോടും മരുമക്കളോടും പേരക്കുട്ടികളോടും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റാത്ത കാര്യം, നാട്ടിലെ പാർട്ടി സഖാക്കളുടെ കുടുംബത്തിൽ ബോധ്യപ്പെടുത്താൻ പറ്റാത്ത കാര്യം, അത് പിന്നെ നാട്ടിലെ ആക്ടിവിസ്റ്റുകളെ വല്ലവരും വിട്ടിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ പറയുന്നത് സ്ത്രീ സമത്വത്തിന്റെ കാര്യമാണ്, സുപ്രീം കോടതി വിധിയുടെ കാര്യമാണ്, സുപ്രീം കോടതി വിധിയെ ലംഘിക്കാൻ പറ്റില്ല എന്നതാണ്. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, ഈ സ്ത്രീ സമത്വത്തിന്റെ കാര്യമാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കുടുംബത്തിൽ നിന്ന് എത്ര ആൾ പോയി? എത്ര സ്ത്രീകൾ പോയി കമ്മ്യൂണിസ്റ്റുകാരുടെ കുടുംബത്തിൽ നിന്ന്? ഒന്ന് പറഞ്ഞു തന്നെ. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് ഞങ്ങൾ ഈശ്വര വിശ്വാസികളല്ല മതവിശ്വാസികളല്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവിൻ്റെ വീട്ടിൽ നിന്നും ശബരിമലയ്ക്ക് ആളെ പറഞ്ഞു വെച്ചോ? ഒന്ന് പറഞ്ഞു വയ്ക്കൂ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാം ഈ സ്ത്രീ സമത്വവാദം പറയുന്നത് കാപഢ്യമാണ്. ഇത് കാപഢ്യമാണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് അവരിത് ചെയ്യുന്നത്? കാപഢ്യം വെറും ഇതിന്റെ പേരിൽ ഇലക്ഷനിൽ ഞങ്ങൾ തോറ്റേക്കാം, പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്നാണ് അവർ പറയുന്നത്. നേരത്തെ PP പറഞ്ഞില്ലേ, നമ്മുടെ നവോത്ഥാന നായകന്മാരെ കുറിച്ച് ശ്രീനാരായണ ഗുരുസ്വാമിയും ചട്ടമ്പി സ്വാമികളും ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകന്മാരുടെ കാലഘട്ടത്തിൽ അവരുയർത്തി വന്ന മൂല്യം ഇതല്ല. സ്വാമി വിവേകാനന്ദൻ ചൂണ്ടിക്കാണിച്ച സാമൂഹിക തിന്മകളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലെ കാലമല്ലല്ലോ ഇന്ന്. പിണറായി വിജയനൊരു മോഹം എനിക്കുമൊരു നവോത്ഥാന നായകനാവാൻ പറ്റുമെന്ന്. അത് കേരളം പോലത്തെ ഒരു സ്ഥലത്ത് കാപഢ്യം കാണിച്ച പെട്ടെന്ന് മനസ്സിലാകും PP. അദ്ദേഹം ഒരുപാട് ഫൈറ്റ് നടത്തി വന്ന് കേരളത്തിന് മുഖ്യമന്ത്രി ആയ ആളാണ്. വളരെ പാവപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് ആത്മാർത്ഥ ഇല്ല എന്നൊക്കെ പറയാൻ പറ്റും. പ്രസ്ഥാനത്തോട് PP അദ്ദേഹത്തിന് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ജനങ്ങളെ തെരുവിലിറക്കി അവനെ തമ്മിൽ തല്ലിച്ച് വിശ്വാസത്തിൻ്റെ പേരിൽ ആരെങ്കിലും ആത്മാർത്ഥ ഉണ്ടെങ്കിൽ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ശ്രമിക്കുമോ? വിശ്വാസം ഒരു കോടതിയുടെയും പോലീസിൻ്റെയും ബൂട്ടണിഞ്ഞും അവൻ്റെ വേഷം ധരിച്ചും നടപ്പിലാക്കേണ്ടതാണോ? അതാണോ ആത്മാർത്ഥത? ഇങ്ങനെയാണോ ശ്രീനാരായണ ഗുരുദേവൻ നവോത്ഥാനം കൊണ്ടുവന്നത്? ചട്ടമ്പി സ്വാമികൾ നവോത്ഥാനം കൊണ്ടുവന്നത് ഇങ്ങനെയാണോ? മന്നത്ത് പത്മനാഭൻ നവോത്ഥാനം കൊണ്ടുവന്നത് ഇങ്ങനെയാണോ? വൈക്കം മൗലവി കൊണ്ടുവന്ന് നവോത്ഥാനം കൊണ്ടുവന്നത് ഇങ്ങനെയാണോ? പണ്ഡിറ്റ് കറപ്പൻ കൊണ്ടുവന്നത് ഇങ്ങനെയാണോ? അയ്യങ്കാളി കൊണ്ടുവന്നത് ഇങ്ങനെയാണോ? അവരിങ്ങനെയാണോ നവോത്ഥാനം കൊണ്ടുവന്നത്? പക്ഷേ മറ്റേ പിണറായിയൊക്കെ പറയുന്നത് ശബരിമലയിൽ പലർക്കും അജണ്ടയുണ്ടായിരുന്നു രക്തപ്പുഴ ഒഴുക്കാൻ. പോലീസിനെയും മറ്റുള്ളവരെയും വളരെ സംയമനത്തോടെ ഡീൽ ചെയ്തുകൊണ്ട് മാത്രമാണ് ശബരിമലയിൽ ചോരപ്പുഴ ഒഴുകാതെ പോയതെന്നാണ് ഇപ്പോഴും അവർ വിശദീകരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇത് തടഞ്ഞ ഒരാളെ ആ രീതിയിൽ നവോത്ഥാനം കൊണ്ടുവന്നെന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഇങ്ങനെയാണോ ഒരു സുപ്രീം കോടതി വിധിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഇങ്ങനെയാണോ ഇതാക്കുക? ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ ഇങ്ങനെയാണോ ഇത് ചെയ്യുക? പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പിണറായിക്ക് സപ്പോർട്ട് കൊടുത്തില്ലേ? വനിതാ മതിൽ നടത്തിയില്ലേ വിജയകരമായിട്ട്? ഒറ്റക്കെട്ടായിരുന്നോ? ഒറ്റക്കെട്ടല്ലേ? ആണോ? പിന്നെ എന്താ പറഞ്ഞത്? പിന്നെ ആ പാവത്തിനെ ചവിട്ടി കുത്തി ഒതുക്കി ഒരു ഭാഗത്ത് കുത്തി ചതച്ച് വെച്ചെങ്കിൽ പോലും പറയേണ്ട ചില സമയത്ത് വരികൾക്കിടയിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് ശരിയാണെന്ന് പറഞ്ഞ നിരവധി കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിലുണ്ട്. പല കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാര്യമാരുണ്ട്, അവരുടെ മക്കളുണ്ട്. അത് നിങ്ങൾ ചോദിച്ചു നോക്ക്, നിങ്ങൾ അന്വേഷിച്ച് നോക്ക് ആളുകളുടെ മനസ്സെന്താന്നുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ സ്വാധീനം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കാപഢ്യം കാണിക്കുന്നവരെ ജനങ്ങൾ വിശ്വസിക്കില്ല. മാർക്സിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ചിഹ്നത്തിൽ മത്സരിച്ച് വി ആർ ഗോയിങ് ഫോർ എ പൊളിറ്റിക്കൽ ഫൈറ്റ്, രാഷ്ട്രീയ പോരാട്ടത്തിന്. കോൺഗ്രസ് ആ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ എല്ലാവരെയും പ്രീണിപ്പിച്ചുള്ള ഒരു BP ഞങ്ങൾ ഏത് കാലത്താണ് കാണിച്ചത്? ഞങ്ങൾ എല്ലാ കാലത്തും പൊളിറ്റിക്കൽ ഫൈറ്റിൽ നടത്താം കേരളത്തിൽ എന്ന് പറയാൻ പറ്റുമോ? NSSനെയും SNDPയെയും മറ്റേ മുസ്ലിം ലീഗിനെയും എല്ലാവരെയും പ്രീണിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് കോൺഗ്രസ് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ NSS ഒരു യാഥാർത്ഥ്യമാണ്, NSSനൊന്നും മാറ്റി നിർത്താൻ പറ്റില്ല. SNDP ഒരു യാഥാർത്ഥ്യമാണ്, അതിനൊന്നും കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഈ നാട്ടിലെ പിന്നെ ക്രൈസ്തവ വിശ്വാസങ്ങൾ
ചർച്ചകളായാലും സഭകളായാലും നിങ്ങളുടെ നേതാക്കന്മാർ ബിഷപ്പ് ഹൗസുകളിലൊക്കെ കയറി ഇറങ്ങുകയും മറ്റേ പാണക്കാട് പോവുകയും ഇതെല്ലാം ഒരു മതപ്രീണനമല്ലേ? ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ, മതത്തിൽ വിശ്വസിക്കുന്നവരാ, സമുദായത്തിൽ വിശ്വസിക്കുന്നവരാ. എന്നാൽ ബിഷപ്പുമാർ മോശക്കാരാ? ഈ നാട്ടിലെ ജീവിതം മുഴുവൻ സമർപ്പിക്കപ്പെട്ടവരാണ് വൈദിക ശ്രേഷ്ഠന്മാരും കന്യാസ്ത്രീകളും. അവരവിടെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ദൈവത്തിൻ്റെ മുന്നിൽ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കുന്ന ആളുകളാണ്. ഞങ്ങളെ ബിഷപ്പുമാരെ ബഹുമാനിക്കും. ഞങ്ങളാരും അവരെ നികൃഷ്ട ജീവികളെന്ന് ഒരിക്കലും പറയത്തില്ല. പക്ഷേ ചെങ്ങന്നൂർ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇതൊന്നും അല്ലോ അതിൻ്റെ ഉണ്ടായത്. അവിടെ ഒരു ന്യൂനപക്ഷ ഇതായിട്ടുള്ള മണ്ഡലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചത് വലിയ വോട്ടിനാണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ നിങ്ങൾ പറയുന്നത് ആണോ വിശ്വസിക്കുന്നത്? CPM-ന് ഇത്രയും വോട്ട് കിട്ടുന്ന വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന അവസ്ഥ ഉണ്ടായില്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില കാഴ്ചപ്പാടുന്നത് വോട്ടിന് വേണ്ടി മാത്രമല്ല. ഞങ്ങൾ മതത്തെ ബഹുമാനിക്കുന്നതും സമുദായത്തെ ബഹുമാനിക്കുന്നതും മേലധ്യക്ഷന്മാരുടെ സേവനത്തെ അംഗീകരിക്കുന്നതും സമുദായ സംഘടനകളുടെ സേവനത്തെ അംഗീകരിക്കുന്നതും ഞങ്ങൾ അതേപോലെ തന്നെ കർമ്മശ്രേഷ്ഠന്മാരെ അംഗീകരിക്കുന്നതും ഒന്നും ഒരു വോട്ടിന് വേണ്ടിയോ നാളത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയോ അതൊരു സത്യമാണെന്നുള്ളത് കൊണ്ടാണ്. നാളെ വോട്ടും ജയവുമല്ല മാത്രമല്ല ഞങ്ങളുടെ വിഷയം, സത്യത്തിന് തന്നെയാണ്. സത്യമായി ഞങ്ങൾ കാണാൻ ശ്രമിക്കും.